അപ്പൊ ഗൈസ് ഞങ്ങൾ എന്നുള്ളത് വയനാടാണ്. വയനാട് 900 കണ്ടിയിൽ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിസോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്നതിന്റെ ഇടയിൽ ഒരു അടിപൊളി വ്യൂ കണ്ടു, ഒരു സ്പോട്ട് കണ്ടു. അപ്പൊ അവിടെ നിർത്തിയാണ് അല്ലെ. 900 കണ്ടി ഇവിടുന്ന് ഏകദേശം 900 കണ്ടിക്ക് ഒരു അര മണിക്കൂർ വരും. അപ്പൊ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 10-20 ആൾക്കാരുണ്ട്. ഷാജി പോലോസ് ആൻഡ് കമ്പനിയിൽ നിന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 3 മണിക്കാണ് അവിടെ എത്തേണ്ടത്. നാളെ 3 മണിക്കാണ് ചെക്ക്ഔട്ട് ചെയ്യുക. എല്ലാവരും ബാക്കിലൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാണ്. ഓരോരുത്തർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച വേണ്ടിയിൽ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. പടപ്പറമ്പിന്റെ സ്വന്തം മനാസിറുണ്ട്. മനാസിറിനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോ ഈ സ്ഥലത്ത് കയറാന്ന് വിചാരിച്ചു വന്നല്ലേ. നമ്മൾ റിസോർട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് 2 മണിക്ക് വണ്ടി വരുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും 1 മണിക്കൂറോളം ഗ്യാപ്പ് ഉണ്ട്. എവിടെയും വെറുതെ നിർത്തി കുറച്ച് സമയം കളയിച്ച് ഇറങ്ങിയാണ്. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റിയത്. എല്ലാവരും നിറയെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കുറെ ഫോട്ടോസ് എടുത്ത് എല്ലാവരും ഇപ്പൊ നല്ല ആസ്വദിക്കുകയാണ്. നമുക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ട്, നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കയറിയാണ്. ആ പ്രകൃതി രമണീയമായ ആ കാഴ്ച ഇവിടെ മാത്രമേ ഉള്ളൂ ഗൈസ്. വയനാട്ടിൽ മാത്രം ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ കഴിയുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് അവിടുന്ന് കാണാം ബാക്കി. ബൈ. അപ്പൊ ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ റിസോർട്ടിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ വലിയൊരു ഓഫ് റോഡ്. ഇവരെ ജീപ്പ് ഉണ്ടാവും. ഞങ്ങൾ ഏകദേശം 10-20 ആൾക്കാരുണ്ട്. അപ്പൊ 3 ജീപ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറാണ് അങ്ങോട്ടുള്ള ദൂരം വരുന്നത്. നമ്മളപ്പോ അങ്ങനെ ദഗൻസ റിസോർട്ടിൽ എത്തിയാണ്. അതിമനോഹരമായ ട്രക്കിംഗ് ആണ്. ഇവിടെ ഒരു ജീപ്പില് 6 പേരാണ് അവർ കൊണ്ടുപോവുക. അവർ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഗെയ്സ് ഇതാണ് നമ്മളെ റിസോർട്ട് അല്ലെ. നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ. അപ്പൊ നിങ്ങൾ വിസിറ്റ് ചെയ്യാം. നല്ല ലൊക്കേഷൻ ആണ്, നല്ല സൈറ്റ് ആണ്, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ചുറ്റും പിന്നെ കാടാണ്. അപ്പൊ ഞങ്ങള് ട്രെക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ കൂടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ ഗൈഡ് ആയിട്ടുള്ള ആദിലാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദിൽ പറഞ്ഞു തരും. നമുക്കൊരു 1.5 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രെക്ക് ചെയ്യാനുണ്ട്. അത് വാട്ടർഫാൾസിന്റെ കേവ്സിന്റെ ഇടയിൽ കൂടെ ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു സ്ട്രീമിന്റെ ഒരു അരിയിലൂടെ നടന്ന് കയറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ 900 കണ്ടി വാട്ടർഫാളിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ചെറിയ ട്രെക്കിംഗ് ആണ്, നല്ല പ്രയാസമാണ് അവിടെ നിന്ന് കയറി പോരാന്. പിന്നെ അതുമല്ല നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും നല്ല റിസ്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി. അപ്പൊ ഇതിന്റെ മേലെ അപ്പൊ ഇതിൽ പോയാൽ വേറെ റൂട്ടിലൂടെ നമുക്ക് ഇറങ്ങാം. എന്തായാലും നല്ല റിസ്ക് എടുത്തുകൊണ്ടാണ് കയറിയത്. അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. കുറച്ച് റിസ്ക് എടുക്കണമെന്ന് മാത്രം. ഈ വാട്ടർഫാളിന്റെ ഏറ്റവും മേലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്.
എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.